ചടുലമായ ചുവടുകളും മനം നിറയ്ക്കുന്ന സംഗീതവുമായി 4 പതിറ്റാണ്ടിലധികം നമ്മെ വിസ്മയിപ്പിച്ച പോപ്പ് സംഗീത രാജാവ്. സംഗീതത്തിലൂടെ സമൂഹത്തിന്റെ അപജയങ്ങൾക്കെതിരെ ശബ്ദിച്ച കലാകാരൻ കൂടിയായിരുന്നു ഈ രാജാവ്. കടുത്ത വർണ്ണവിവേചനത്തിന്റെ നാളുകളിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് മൺമറഞ്ഞ 15 വർഷങ്ങൾക്കിപ്പുറവും ആരാധകരുടെ ഉള്ളിൽ നോവായി തുടരണമെങ്കിൽ ഇദ്ദേഹം പിടിച്ചടക്കിയ സാമ്രാജ്യം ശക്തമായിരുന്നിരിക്കണം. സംഗീതം എന്നാൽ ഏത് സംഗീതാസ്വാദകനും ആദ്യം മനസ്സിലേക്ക് എത്തുക മൈക്കിൾ ജാക്സൺ ആയിരിക്കും. പാട്ടും നൃത്തവുമായി കാലഘട്ടങ്ങളെ അതിശയിപ്പിച്ച പ്രതിഭ. ആസ്വാദനത്തിന്റെ പരകോടിയിലേക്ക് ലോകത്തെ നയിച്ച മൈക്കിൾ ജാക്സൺ പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനുമിടയിൽ ജീവിച്ച കലാകാരനായിരുന്നു. സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം സംഗീതം കൊണ്ട് മൈക്കിൾ ജാക്സൺ തുടച്ചുമാറ്റി അതേ സംഗീതം കൊണ്ട് തന്നെ ലോക പ്രശസ്തി നേടി. കുഞ്ഞു മൈക്കിൾ കണ്ണാടി നോക്കുന്നത് പോലും മഹാ അപരാധമായാണ് അദ്ദേഹത്തിന്റെ പിതാവ് കണ്ടത്. ഈ വൃത്തികെട്ട മുഖം കാണാൻ കണ്ണാടി നോക്കാൻ നിനക്ക് നാണമില്ലേ? ജോസഫ് ചോദിച്ച് മൈക്കിളിന് കണ്ണാടി നോക്കാൻ തന്നെ പേടിയായി. എത്രയോ കാലം ഞാൻ കണ്ണാടി നോക്കിയിട്ടേയില്ല. മുഖം കഴുകുന്നത് പോലും ഇരുട്ടത്തായിരുന്നു. ഇടർച്ചയോടെ മൈക്കിൾ ഓർമ്മിച്ചിട്ടുണ്ട്. പിതാവിന്റെ രൂക്ഷമായ പെരുമാറ്റം കാരണം മനസ്സിൽ നിറഞ്ഞ അപകർഷതാബോധമാണ് തന്റെ മുഖത്ത് എണ്ണമറ്റ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. എന്നാൽ മൈക്കിൾ ജാക്സന്റെ മുഖമൊന്ന് കാണുവാൻ, ഒന്ന് തൊടാൻ, ഒരു ഞൊടിയുടെ നേരമെങ്കിലും ആ പാട്ടൊന്ന് കേൾക്കാൻ ലോകം പിന്നീട് കാത്തു നിന്നു എന്നത് ചരിത്രം. കേട്ടിരിക്കുന്ന അലിഞ്ഞു പോകുന്ന കാലുകൾ നിലത്തുറപ്പിക്കാൻ കഴിയാതെ ആവേശം കൊണ്ട് ആഘോഷിക്കപ്പെട്ട സംഗീതം മാത്രമായിരുന്നില്ല ജാക്സന്റെ ജീവശ്വാസം. തന്റെ കൺമുന്നിൽ കണ്ട തിന്മകളെ സംഗീതം കൊണ്ട് ചോദ്യം ചെയ്ത ആവിഷ്കാരങ്ങൾ. പ്രണയം, വർണ്ണവിവേചനം, ഏകാന്തത, വനനശീകരണം, മലിനീകരണം, ദാരിദ്ര്യം, യുദ്ധക്കെടുതികൾ, അങ്ങനെ ജാക്സൺ തന്റെ ഗാനങ്ങളിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അനവധി. ആധുനിക പോപ്പ് സംഗീതത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടവും ഇതുതന്നെയായിരുന്നു. 4 പതിറ്റാണ്ട് നീണ്ട മൈക്കിളിന്റെ കരിയറിൽ സംഗീതം, നൃത്തം, ഫാഷൻ എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും വ്യക്തിജീവിതവും അദ്ദേഹത്തെ ജനപ്രിയനാക്കാൻ ഉതകി. ലോകത്തെ ത്രസിപ്പിച്ച ഏറ്റവും മൂല്യമേറിയ സംഗീതജ്ഞനാക്കി ജാക്സനെ മാറ്റിയത് 1991 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബം തന്നെയാണെന്നതിൽ സംശയമില്ല. സ്റ്റേജ് ഷോകളിലൂടെയും വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെയും തെരുവ് നൃത്ത ചുവടുകളെ വളരെ ക്ലാസ്സായി അവതരിപ്പിക്കുന്നതിലൂടെയും ജാക്സൺ പല സംഗീത വിഭാഗങ്ങളിലുമുള്ള കലാകാരന്മാരെ സ്വാധീനിച്ചു. മൂൺവാക്ക്, റോബോട്ട് പോലെയുള്ള സങ്കീർണമായ ചില പരിഷ്കാരങ്ങൾ കൂടെ ആയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ഇടം നേടാനുള്ള പാതയും തെളിഞ്ഞു വന്നു. സ്മൂത്ത് ക്രിമിനൽ എന്ന ഗാനത്തിനായി നിർമ്മിച്ച പ്രത്യേക ആന്റി ഗ്രാവിറ്റി ഷൂവിന്റെ പേറ്റന്റ് ജാക്സന്റെ പേരിലാണ്. സംഗീത ലോകത്തും പുറത്തും വിവാദങ്ങളുടെ തോഴനായിരുന്നു ജാക്സൺ. ജൂൺ 25, 2009 തന്റെ 50-ാം വയസ്സിൽ ലോസ് ഏഞ്ചൽസിലെ തന്റെ വാടക വീട്ടിൽ ബോധരഹിതനായി വീണുകൊണ്ട് ദുരൂഹമായി മരണത്തോട് കീഴടങ്ങിയ ജാക്സന്റെ മരണവാർത്ത ലോകമെങ്ങും പടരുകയും അനുശോചനങ്ങൾ പ്രവഹിക്കുകയും ചെയ്തു. ഓൺലൈൻ വഴി ഈ വാർത്ത വളരെ പെട്ടെന്ന് ലോകമെങ്ങും പടർന്നത് മൂലം വെബ്സൈറ്റുകളിൽ ഉണ്ടായ ജനങ്ങളുടെ ആധിക്യം ഗൂഗിളിനെ വരെ ഞെട്ടിച്ചു. വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ കണക്കു പ്രകാരം മരണശേഷമുള്ള ആദ്യ മണിക്കൂറിൽ ഏകദേശം 10 ലക്ഷം പേരാണ് ജാക്സന്റെ വിക്കിപീഡിയയിലെ ജീവചരിത്രം വായിച്ചത്. വിക്കിപീഡിയയുടെ ചരിത്രത്തിൽ തന്നെ 1 മണിക്കൂർ കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പേജായി മാറുകയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മരണാനന്തര അനുസ്മരണ ചടങ്ങ് സ്ട്രീമിംഗ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ കണ്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ 2004 ശവസംസ്കാരവും ഡയാന രാജകുമാരിയുടെ 1997 ശവസംസ്കാരവുമാണ് മുൻപ് ഇത്തരത്തിൽ മുന്നിൽ നിന്നിരുന്നത്. എന്നാൽ ലോകമെമ്പാടുമായി 250 കോടിയിലധികം ജനങ്ങൾ ജാക്സന്റെ ശവസംസ്കാര ചടങ്ങ് തത്സമയം കണ്ടതിനാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ തത്സമയം കാണുന്ന ഒരു ചടങ്ങായി ഇത് മാറുകയായിരുന്നു. പോപ്പ് രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന മൈക്കിൾ ജാക്സൺ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക വ്യക്തികളിൽ ഒരാളായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു. പോപ്പ് സംഗീതത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിഭയുടെ ഓർമ്മകൾക്ക് പ്രണാമം.